ആര് വേണം? പിണറായി. 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 പിണറായി ഫാൻസ് ആണ്. എന്തുകൊണ്ട്? വികസനം. ഇനി ഒരു 10 വർഷം കൂടെ കൊടുക്കുവോ? 20 വർഷം കൊടുക്കും. കൊടുത്തില്ല. നിങ്ങളുടെ മനസ്സിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിലെ ഭരണം ആർക്ക് എന്നുള്ളത്. പറഞ്ഞോളൂ. നിങ്ങളെ തിരുത്തി കുറിക്കരുത്. ഇല്ല, ഞങ്ങൾ ഒരു തിരുത്തലും കൊടുക്കത്തില്ല. ധൈര്യമായിട്ട് ഞങ്ങളൊന്നും തിരുത്തി കുറിക്കത്തില്ല. പറഞ്ഞോ. മീഡിയാസ് ആണ് കേരളത്തിന്റെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഏറ്റവും വലിയ ശാപം. അതാണ് ജനങ്ങളെ തിരുത്തി കുറിക്കുന്നത്. എന്നാ നിങ്ങൾ തിരുത്തി കുറിക്കാതെ ഒരു അഭിപ്രായം ജനത്തെ മണ്ടത്തരമാക്കുന്നത് അതാത് സമയത്ത് ഏറ്റവും വലിയ പ്യൂറോ വർക്ക് നടക്കുന്നത് മീഡിയാസ് ആണ് ജനത്തിന് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ. ചേട്ടൻ നമുക്കെതിരാണ്. നിങ്ങൾക്കെതിരാ. ചേട്ടൻ ആർക്കെതിരാണ്? യുഡിഎഫിനെതിരാണ്. അതങ്ങനെയാണ്. യുഡിഎഫ് ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല. നിലവിൽ ഞങ്ങളുടെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ല. അതെന്തുകൊണ്ടാ? കാരണം ഞങ്ങൾ രണ്ടാം നേഴ്സസ് ആണ്. അറിയാലോ, ഇപ്പോൾ കേരളത്തിൽ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതുവരെ അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. സ്റ്റിൽ 11 ദിവസമായി ഇപ്പോൾ സ്ട്രൈക്ക് തുടങ്ങിയിട്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജസ്റ്റ് ഒരു സാലറി ഇൻക്രിമെൻറ്റ് കൂട്ടിയെന്നല്ലാതെ അത് മാനേജ്മെൻ്റ് ആയിട്ടാണെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല. സെലിബ്രിറ്റികളൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിലെ താരങ്ങളൊക്കെ ഉണ്ട്. അറിയാം. ആരാണ്? അറിയില്ല. റോബിൻ രാധാകൃഷ്ണനൊക്കെ മത്സരിക്കുന്നുണ്ട്. അല്ല, ഞാൻ ബിഗ് ബോസ് കാണാറില്ലായിരുന്നു. സെയിം അഭിപ്രായം തന്നെയായിരുന്നോ? എന്ത് ബിഗ് ബോസ് ഞാനും അയ്യോ, അതല്ല ഭരണത്തെ കുറിച്ച് ഇനി ഒരു വോട്ട് ചെയ്യണ്ട എന്നൊരു അഭിപ്രായം തന്നെയാണോ? ചെയ്യണ്ടെന്നല്ല, ഇപ്പം നമ്മളിപ്പം സെയിം ഒപ്പീനിയൻ തന്നെയാണ്. വോട്ട് ചെയ്തിട്ടും നമുക്കിപ്പം ഇപ്പം എല്ലാവർക്കും നല്ല എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഒരു ഡെവലപ്മെന്റ് നടക്കുന്നൊന്നുമില്ല. പള്ളിക്കുന്ന് മണ്ഡലത്തിൽ എല്ലാവരും ഇത്തരം ഗൗരവക്കാരാണോ? ചിരിക്കാറില്ലേ? നല്ല രസമുള്ള ചോദ്യം. രാഷ്ട്രീയം നല്ലോണം പറയോ? കണ്ടാലറിയാം. അത്യാവശ്യം ചില കാര്യങ്ങൾ വെച്ച് ഒന്ന് നിരീക്ഷിച്ചിട്ട് പറ. ഇത്തവണത്തെ ഭരണം ആർക്കായിരിക്കും? നിങ്ങളുടെ കയ്യിലാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ഭാഗം. രാഷ്ട്രീയ ചൂട് അങ്ങനെ ഉണ്ട്. രാഷ്ട്രീയം ചൂട് തന്നെയാണ്. ചർച്ച ചെയ്യാറുണ്ടെന്ന് തോന്നല്ലോ രാഷ്ട്രീയ. ആരായിരിക്കും വോട്ടുണ്ട് ഇപ്രാവശ്യം? ആഗ്രഹം. പിണറായി വേണോ? പിണറായി തന്നെ വരണമെന്ന്. സതീശൻ വേണ്ടേ? രാജീവ് വേണ്ടേ? വേണ്ട. രണ്ടുപേരും വേണ്ട. വികസനം ഇവിടെ കേരളം കുതിക്കുക. കേരളം എങ്ങോട്ട് കുതിക്കുന്നു? വികസിക്കുകയാണ്. കേരളം വികസിച്ച് കുതിക്കുകയാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ? മറ്റാരുമില്ല. എങ്ങനെയാണ് നിലവിലെ ഒരു രാഷ്ട്രീയം? മാറണം എന്നാണ് താല്പര്യം. എന്തുകൊണ്ട് മാറണം? എന്തുകൊണ്ട് മാറണം വെച്ച് കഴിഞ്ഞാൽ മാറ്റം നല്ലതാണല്ലോ. സോ രാഷ്ട്രീയ കേരളത്തിന്റെ മനസ്സിൽ സുരക്ഷിതമാണ്. ആരുടെ കൈകളിൽ? ഇപ്പോഴത്തെ ഗവൺമെന്റ് കയ്യില്. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ തൽക്കാലം ഒരു 10 വർഷം കൂടെ കൊടുക്കുവോ? കൊടുക്കണം. ഇനി ഒരു 5 വർഷം കൂടി ഭരിക്കട്ടെ, നോക്കാലോ എങ്ങനെയാണ്. ഇനി ഒരു 5 വർഷം വേറെ 5 വർഷമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ തീരുമാനിക്കുന്നേ. ഒറ്റയടിക്ക് പോയി ഇലക്ഷനിൽ 10 വർഷം കൊടുക്കൂലല്ലോ. 5 വർഷമല്ലേ ഉള്ളൂ.